അണിമ സന്തോഷ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകുന്നതിൻ്റെ തലേ ദിവസം എല്ലാവരും കിടന്ന് ഉറങ്ങുക കേട്ടോ. ഉറങ്ങുന്നതല്ല, കളിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, ഭയങ്കര കളിയില്ല. ഇവർ 3-4 പേരും കൂടെ കുടുംബം ഭയങ്കര ഹാപ്പി ആയിട്ടാ. അങ്ങനെ ഈ 3 ആണുങ്ങൾക്കും കൂടി ഇതേ ഒരു പെങ്ങളുട്ടിയുള്ളൂ. കണ്ടോ, ഇവന്മാരെന്ത് ചെയ്താലും വല്യമ്മ അടിക്കുകയും പിടിക്കുകയും ചെയ്താലും കണ്ടോ, ഇവരൊന്നും തിരിച്ച് ചെയ്യത്തില്ല. ആ ഒരു ധൈര്യം അവൾക്കുള്ളത് കൊണ്ടാണ് അവളിങ്ങനെ കിടന്ന് അടി കൂടുന്നത്. അങ്ങനെ ചന്ദ്രകുട്ടനൊക്കെ ഭയങ്കര വിഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. കാശിക്ക് അതിൻ്റെ അപ്പുറമാണ്. കാരണം ഇവർ വന്ന തൊട്ട് ഈ 1 മാസം വരെ ഇവരിങ്ങനെ ഒത്തൊരുമയോടെ അടിയും പിടിയും കൂടി ഇങ്ങനെ കളിച്ചതല്ലേ. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്ക് അടിയും പിടിയുണ്ട്, സ്നേഹമുണ്ട്. സ്നേഹമുള്ളിടത്ത് അടിയും പിടിയുള്ളൂ, പിണക്കമുള്ളൂ എന്നൊക്കെ നമ്മൾ പഴയ ആൾക്കാർ പറയത്തില്ല. അതേപോലെയാണ് ഇവർ തമ്മിൽ അടികൂടും, പിണങ്ങിയിരിക്കും. പക്ഷെ ഒരുപാടൊന്നും ഈ 2 ചെറുതൊന്നും പിണങ്ങിയിരിക്കത്തില്ല കേട്ടോ. വലുത് 2 പേരും ചന്ദ്രനും കാശിക്കുട്ടനാണെങ്കിൽ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ ഒരു ഉച്ച വരെയൊക്കെ പിണക്കാണ്. പക്ഷേ ഈ ചെറുത് 2ഉം പിണങ്ങിയിരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും. പക്ഷേ ആ അടിയിൽ ജയിക്കുന്ന എൻ്റെ നന്നൂസ് തന്നെയായിരിക്കും കേട്ടോ. അവനൊന്നും ചെയ്യത്തില്ല. ഇവൾ വെറുതെ പോയി അവനെ ഇട്ടിരുന്ന് അടി ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കും. അവൻ ഇവൾ ചെറുതാണെന്ന് കരുതി അവൻ തിരിച്ചൊന്നും ചെയ്യത്തില്ല. അടി കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം വേണ്ടയല്ലേ കുസൃതി ഇല്ലാത്തത്. എങ്കിലും 4ഉം ഒരു മോശമില്ല. 4 എണ്ണത്തിനും അതിൻ്റേതായ രീതിയിലെ കുരുത്തക്കേടുകളുണ്ട്. ഈ 2 വലുതും കൂടെ അതേ വലിയ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങുക കേട്ടോ. കഷ്ടം, ഭയങ്കര വിഷമത്തില്ല. നാളെ പോവിയല്ലേ, അതിൻ്റെ വിഷമമുണ്ട്. ഏറ്റവും കൂടുതൽ വിഷമം എൻ്റെ അവനാണ് കേട്ടോ, ചന്ദ്രക്കുട്ടനാണ് കേട്ടോ. കാരണം അവൻ അറിയാറേയും കൂടെ ആയല്ലോ. അപ്പോൾ അവന് നല്ല വിഷമമുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് അവർക്ക് വെക്കേഷനല്ലേ, 1 മാസം കൂടെ നിന്നാൽ. പക്ഷേ പറ്റത്തില്ല. കാരണം നാട്ടിൽ 2 ഷോപ്പുണ്ട് ചേച്ചിക്ക്. അപ്പോൾ അതെല്ലാം കൊണ്ടും അവർക്കിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ വിഷമിച്ച് കാശിക്കുട്ടൻ ഇങ്ങനെ മടിയിരിക്കുക കേട്ടോ. അവൾക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ ചന്ദ്രക്കുട്ടൻ്റെ മുഖം കണ്ടാൽ അറിയാൻ നല്ല സങ്കടത്തില്ല. കാരണം അവന് പുറമേ കാണിക്കാൻ അവന് പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ളിലൊതുക്കി ഇങ്ങനെ വേറെ ഏതോ ലോകത്ത് എൻ്റെ കുട്ടി ഇരിക്കുകയാണ്. അവർക്ക് മാത്രമല്ല, അവർ പോയപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിപ്പോയി. കാരണം 1 മാസം അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് കണ്ടില്ലേ. ഈ മക്കളുടെ സന്തോഷം തന്നെ ഒന്ന് കണ്ടു നോക്കി. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ തമ്മിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി ഭയങ്കര ഒരു ചിരി മയ ഒരു ബഹളമായിരുന്നു കേട്ടോ. കാരണം ഞാനിങ്ങനെ റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പം ഇതേപോലെ ഇവരെല്ലാം കൂടെ അപ്പം ഞാൻ തന്നെ വലിയൊരു ഹാപ്പി ആയിപ്പോയി. ഇപ്പം തന്നെ ചേട്ടച്ചായ ബെഡ് വിരിക്കാൻ തറയെ വിരിച്ചു. അവർ തമ്മിൽ ഭയങ്കര അടികൂടി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അവനെ വിരിക്കാൻ സമ്മതിക്കാതെ. ഇപ്പുറത്ത് വെച്ചത് ഞാൻ നോക്കിയപ്പോൾ 2 എണ്ണം ഇപ്പുറത്ത് വന്നു. അവിടെ നോട്ടിച്ച് ഇപ്പുറത്ത് വിട്ടു ബെഡ് വിരിക്കാൻ വേണ്ടി. ഇവിടെ നിന്ന് ഭയങ്കര അടിയും ചാടി തിമർത്തിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ കൊണ്ടുവന്ന ലഗേജ് എല്ലാം കെട്ടി സെറ്റാക്കി വച്ചേക്കുക കേട്ടോ. എന്നിട്ടും ഇവരെ സച്ചിക്കുട്ടൻ്റെ വിചാരം അടുത്ത മാസം പിന്നെ ഞങ്ങൾ വരുമല്ലോ, എന്തിനാ വിഷമിക്കുന്നത്, നന്നൂസ് അങ്ങോട്ട് തിരിച്ച് നാട്ടിൽ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഹാപ്പിയായിരുന്ന് കളിക്കുക കേട്ടോ. പക്ഷേ ഇവരെല്ലാം പോയ ശേഷം ഭയങ്കര ഒരു വിഷമം തന്നെ ആയിപ്പോയി കേട്ടോ. കാരണം 1 മാസം നമ്മൾ അടിച്ചു പൊളിച്ച് ഓരോ റീൽസും വീഡിയോസൊക്കെ ചെയ്ത് എല്ലാം ഒത്തൊരുമയോടെ ഇരുന്നതല്ലേ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഭയങ്കര വിഷമായിപ്പോയി. കണ്ടില്ലേ, 3 മൂലയ്ക്ക് നിൽക്കുന്ന കണ്ടില്ലേ. അങ്ങനെ എയർപോർട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ലഗേജ് എല്ലാം കറക്റ്റാക്കി എല്ലാം എടുത്ത് വച്ചേക്കുക കേട്ടോ. കാശിക്ക് ഭയങ്കര സാഡായിരിക്കുക കാശി. അങ്ങനെ സൗദിയിൽ നിന്ന് ചേട്ടൻ വിളിച്ചായിരുന്നു, എപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ചോദിച്ചു. അവർ വർത്തമാനം പറഞ്ഞൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് കാറിലേക്ക് കയറി എല്ലാവരും എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. അവിടെ വച്ചത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബായ് ഒക്കെ പറയുകയാണ്. ഞാൻ മക്കളുടെ അടുത്ത് നിന്ന് ഒരുപാട് അങ്ങ് പോയില്ല. കാരണം എനിക്കും അത്ര സങ്കടമായിപ്പോയി. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാനും ഒന്നും നിന്നില്ല. ഞാൻ ക്യാമറയും പിടിച്ച് ഒരേ ഒരു നിപ്പ് തന്നെ നിന്നു. കാരണം ഇവിടെ അങ്ങനെ വീഡിയോ എടുപ്പ് അലോഡ് അല്ലാത്തതുകൊണ്ട് അത്ര വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. പരമാവധി വീഡിയോസ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നേ. കാരണം ഇവിടെ വീഡിയോസ് എടുത്തുവിടാം. അങ്ങനെ ഞാൻ ഒരറ്റത്ത് ഫോണും പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കാരണം എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്തായാലും 3 പേരും പെട്ടെന്ന് പൊട്ടിപ്പോൾ. അതുകൊണ്ട് ഞാൻ പിടിച്ച് നിൽക്കുക. കാരണം എനിക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.